ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാവേ. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഏതിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തും ആയിക്കോട്ടെ, നമുക്ക് എല്ലാത്തിനും ഇത് യൂസ് ചെയ്യാം. നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്കൊരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. സിമ്പിളായ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്, പക്ഷേ വളരെയധികം ടേസ്റ്റുമാണ്. എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം സവാള, ഞാനൊരു 2 സവാള ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കട്ടി കുറഞ്ഞ രീതിയിലാണ് ഞാനിവിടെ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് വഴണ്ടി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാവേ. ഒരു തക്കാളിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കണ്ട ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് വഴണ്ട് കിട്ടും. കണ്ട നല്ല വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ. കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. കണ്ടത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ വലിയ മസാലകളൊന്നും ഇവിടെ ഇടുന്നില്ല. മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് വേണ്ടവർക്ക് ഇത്തിരി കൂട്ടാം, പക്ഷേ അധികം എരിവ് വേണ്ടാത്തതായിരിക്കും നല്ലത്. ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാവേ. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് നന്നായിട്ട് മാറി കിട്ടുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എല്ലാം ഒന്ന് വഴണ്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം നിൽക്കുമ്പോഴത്തേക്കും കറിക്കൊരു ശരിക്കുള്ള ടേസ്റ്റൊന്നും നമുക്ക് കിട്ടുകയില്ല. നന്നായിട്ട് ഇത് വഴണ്ട് കിട്ടണം. വഴണ്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. കണ്ടു ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു എണ്ണമയമൊക്കെ തെളിഞ്ഞ് ഒരു ആ രീതി നിൽക്കുമ്പോഴത്തേക്കിനും നമുക്കത് ചെമ്മീൻ ഞാനിവിടെ അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കണം. മസാല എല്ലാം ഒന്ന് അതിൻ്റെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണല്ലോ. നമുക്കൊന്ന് അടച്ച് വെക്കാവേ. അടച്ച് വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പച്ച കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് 1 ടീസ്പൂൺ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അധികം കൂടണ്ട, അതിൻ്റെ റിയൽ ടേസ്റ്റ് പോകും. അതിന് ശേഷം ഒന്ന് വറ്റി വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. വീണ്ടും ഒന്ന് വഴറ്റി നമുക്ക് എടുക്കാം. ഇതുപോലെ ആകുന്ന സമയം നമുക്കൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാവേ. ഇതുപോലെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണമേ.